വീട്ടില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യം കഴിഞ്ഞതേ ഉള്ളൂ. സുധി കാപ്പി എടുക്കാം. ഇപ്പൊ കൊണ്ടുവരാം. ഈ വീട് സ്വന്തമാണല്ലോ അല്ലേ? അതെ, അതെന്താ ചോദിച്ചേ? ഓ ചുമ്മാ ഞങ്ങളുടെ സ്വന്തം വീട് തന്നെ. ആ. ഇത്തിരി പഴയ മോഡലാണെന്ന് മാത്രം. ഓ ചേട്ടാ, പെൺകുട്ടി വന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അച്ഛാ എന്താ ഇത് അടുക്കല്ലേ? ഇത്തിരി ഷുഗർ ഉണ്ടേ, മധുരം കഴിക്കാൻ മരുമോള് സമ്മതിക്കത്തില്ല. അതെ, ഇതിനകത്ത് ഷുഗർ ഇട്ടായിരുന്നോ? അതെ കുഴപ്പം. ഇരിക്കെ കുഴപ്പമില്ല, ഇരുന്നോളൂ. ഇരിക്കുമോളെ. ഞാൻ കേശവൻ, ജ്യോതിയുടെ അമ്മാവനാ. ഓ. ജ്യോതി ബികോം പാസ്സായ കുട്ടിയാ. ഓ ഇവിടെ അടുത്തൊരു ജുവലറി ഷോപ്പിലാ ജോലി ആ, ചെയ്യുന്നത്. അതല്ല ഞങ്ങൾക്കറിയാം, എല്ലാ മാട്രിമോണിയിലും ഉണ്ടായിരുന്നല്ലോ. അല്ല, അതുകൊണ്ട് പറയാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ഓ ഇല്ല പറഞ്ഞോ. അപ്പോഴേ ഇരുന്ന് ബോറടിക്കാതെ കാര്യത്തിലേക്ക് വരാം. കാപ്പ് കുടിക്കാൻ വന്നിട്ട് ഊണ് കഴിച്ച് മടങ്ങിയ ഒരു സ്ഥിതി ആവണ്ടല്ലോ. എന്നാലും വിരോധമില്ല. പക്ഷെ ആദ്യം പെണ്ണും ചെറുക്കനും ഒന്ന് സംസാരിക്കട്ടെ. അവരുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതല്ലേ നല്ലത്? മതി, അത് മതി. ഞാനും സംസാരിക്കണം. ചേട്ടാ, അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. എന്റെ ചുമ്മാ കളിക്കില്ലേ? ചെല്ലുമോളെ. ചേട്ടാ, ഇങ്ങ് തന്നെ. സുഭാഷ് ചേട്ടൻ പോയി സംസാരിച്ചിട്ട് വാ. ചെല്ല്. ചെറുക്കനൊരു റിസർവ് ടൈപ്പ് ആണല്ലേ? അതെ. അതല്ലത്, അത് ബൈക്കിന് ഇയാൾ അധികം സംസാരിക്കാത്ത പ്രകൃതമാണ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? സോറി, ഞാൻ പിന്നെ സുഭാഷ് അധികം സംസാരിക്കാറില്ലെന്നാ ചോദിച്ചത്. ഞാൻ ഈ പരിചയമുള്ളവരോടൊക്കെ സംസാരിക്കും. അതിനാണ് അധികം സംസാരിക്കാത്ത പ്രകൃതം എന്ന് പറയുന്നത്. സുഭാഷിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അത് അങ്ങനൊന്നുമില്ല. ഒന്നിനോട് ഇഷ്ടമില്ലേ? എനിക്ക് എന്റെ വീടിനെയും വീട്ടുകാരെയും വലിയ ഇഷ്ടം. ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. സുഭാഷിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഇയാള് ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഇല്ല, പിന്നീട് ചോദിക്കാമല്ലോ. മതി, എന്നാ പോവാം. അതെ, ഏതാ വലുത്? ചേട്ടൻ സംസാരിച്ച് കൊള്ളാസ്കും. അറിയില്ല, നോക്കാം. എന്താണ് ഒരു സ്വകാര്യം? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. സംസാരിച്ചോ. ഞാൻ സംസാരിച്ചു. സുഭാഷ് പക്ഷെ അധികം സംസാരിച്ചില്ല. സുഭാഷ് ഏട്ടൻ പൊതുവെ അങ്ങനെ, അത് മനസ്സിലായി. കുറച്ച് സംസാരിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലേ ദാമ്പത്യ സക്സസ് എന്നാ. അത്രയും വഴക്ക് പറയുമല്ലോ. ആണായാലും പെണ്ണായാലും വിവാഹത്തിന് മുമ്പ് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഒരു തവണ കാണുമ്പോഴേക്കും കല്യാണം നിശ്ചയിക്കുന്നതൊക്കെ പഴയ ഏർപ്പാടല്ലേ? അതെ. സുഭാഷ് സംസാരക്കുറവുള്ള ആളാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കാം. അവര് ഫോണിലൂടെ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കട്ടെ. അതിനുശേഷം രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ വിവാഹം. എന്താ, അതുപോലെ? അതുപോലെ മതി. വിവാഹം കഴിക്കേണ്ടത് അവരാണല്ലോ, അവര് തീരുമാനിക്കട്ടെ. എന്നാ പിന്നെ രണ്ടുപേരുടെ നമ്പർ കൈമാറല്ലേ? അത് ഞാൻ എന്നെ വിളിച്ച നമ്പറിലേക്ക് അയച്ചേക്കാം. സുഭാഷിന്റെ നമ്പർ അതിലേക്ക് അയച്ചാൽ മതി. ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ശരി. നമസ്കാരം. ശരി. ഹലോ. ഹലോ നിധി, പറയട്ടെ, എങ്ങനെയുണ്ട്? സുഖമല്ലേ? അതെ ഏട്ടത്തി. ഏട്ടത്തിക്ക് സുഖമല്ലേ? ആ, അങ്ങനെ പോകുന്നു. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ മോളെ? സോറി ഏട്ടത്തി, അന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് സാരമില്ല, എനിക്ക് മനസ്സിലാവും. സുധീഷിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഉറവ് ഉണങ്ങുന്നുണ്ട്. ഞാൻ നിന്നെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. കോള് ഞാൻ കണ്ടിരുന്നു, തിരിച്ചു വിളിക്കാഞ്ഞതാ. അവിടെ ആരെങ്കിലും അടുത്തുണ്ടോന്ന് അറിയില്ലല്ലോ. നീ എവിടെയായിരുന്നു ഇപ്പൊ? പുറത്തു പോയിരിക്കായിരുന്നു ഏട്ടത്തി. തനിച്ചോ? അല്ല, എല്ലാരും കൂടെ. എന്നുവെച്ചാ അച്ഛനും എല്ലാരും കൂടി, മുഴുവൻ ഫാമിലി ആയിട്ട്. എന്താ നീ പറയുന്ന? അച്ഛൻ, ഫാമിലി, ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയോ മോളെ? അത് അതിന് നിന്റെ ഫാമിലിയാണോ? വേറെ ഏതാ എന്റെ ഫാമിലി? ഞാൻ ജനിച്ചു വളർന്ന ഫാമിലി ഇപ്പൊ എന്റേതാണെന്ന് പറഞ്ഞാൽ അവരാരും സമ്മതിക്കില്ലല്ലോ. നിന്നോട് ദേഷ്യം ഉണ്ടാവും എന്ന് വെച്ചാൽ ഇത് നിന്റെ വീടല്ലാതിരിക്കോ? എന്തൊക്കെയായാലും ഇതാണ് നിന്റെ കുടുംബം. നീ തൽക്കാലം ആ വീട്ടിൽ കഴിയുന്നെന്ന് കരുതി അത് ഫാമിലി ആണെന്നൊന്ന് ചിന്തിച്ചു പോവല്ലേ? അത് വിട്ടേക്ക് എടുത്തി. സംസാരിച്ച് നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഇന്ന് ഞങ്ങൾ എവിടേക്ക് പോയെന്നറിയോ? പറ. സുഭാഷ് ചേട്ടന് പെണ്ണ് കാണാൻ പോയതാ. സുഭാഷ് ചേട്ടൻ? ആ, സുധീഷിന്റെ ചേട്ടൻ. അവർക്ക് പെണ്ണ് കാണാൻ നീ കൂടെ പോയോ? അതെ എടുത്തി, ഞാനായിരുന്നു ഓർഗനൈസ് ചെയ്തത്. നീ എന്തൊക്കെയാ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് തന്നെ നീ അവിടെ എത്ര കാലം ഉണ്ടാവും അറിയില്ല. അതിനിടയിൽ ഈ വക കാര്യങ്ങളിലൊക്കെ തലയിടണോ? അതൊക്കെ പിന്നീട് കുഴപ്പമാവുള്ളൂ. അത് ഏട്ടത്തേക്ക് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരാം. എനിക്ക് സുഭാഷ് ചേട്ടനെ കാണുമ്പോ ഒരു ഭയങ്കര ബ്രദർലി ഫീലിംഗാ. എന്നോട് വലിയ സ്നേഹവും കെയറും ഒക്കെയാ. ഞാൻ ഈ വീട്ടിൽ കംഫർട്ടബിൾ ആയിരിക്കുന്നതിന്റെ മുഖ്യ കാരണം തന്നെ സുഭാഷ് ചേട്ടനാ. ഇവിടെ എല്ലാവർക്കും സുഭാഷ് ചേട്ടന് കല്യാണം ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് ആലോചന വന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. ഇത്തവണ മാട്രിമോണിയൽ വഴി ഞാനൊരു അലയൻസ് ഏർപ്പാടാക്കി. അങ്ങനെ പെണ്ണ് കാണാൻ പോയി. സുധീഷിന്റെ കുടുംബത്തെ പറ്റി നീ പറയുന്നതും നിന്റെ ചേട്ടൻ പറയുന്നതും തമ്മിൽ ഒരു സമയമില്ലല്ലോ മോളെ. അരുണേട്ടൻ പറയുന്നത് കേട്ടാ നിനക്ക് അവിടെ ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യതയില്ലെന്ന മട്ടില്ല. ഏട്ടത്തിയുടെ ഭർത്താവ് പറയുന്നോണ്ട് അത് സത്യമാണെന്നുണ്ടോ? പക്ഷേ നാട്ടിലെ മുഴുവൻ അവരെ പറ്റി മോശം അഭിപ്രായമല്ലേ? ഞാൻ ഈ വീട്ടിലല്ലേ താമസിക്കും, എനിക്ക് അറിഞ്ഞൂടെ? നാട്ടുകാർ പറയുന്ന പോലെ ഒരു പ്രശ്നം ഈ വീടിനോ ഇവിടെയുള്ളവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. നീ അവിടെ തന്നെ താമസിച്ചോളാന്ന് തീരുമാനം എടുത്ത പോലെയാണല്ലോ നിധി. ഫാമിലി എന്ന് പറയുന്നു, അവിടെയുള്ളവർക്ക് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാ കാര്യവും ഒരൊറ്റ ഫോൺ കോളിൽ വിശദീകരിച്ച് മനസ്സിലാക്കി തരാൻ പറ്റില്ല എടുത്തി. പെണ്ണ് വാഴാത്ത വീടെന്നൊക്കെ നാട്ടുകാർക്കിടയിൽ പറഞ്ഞു നടന്ന് ഈ വീടിനെ പറ്റി ഒരു മോശം ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാ. എന്നാൽ അങ്ങനെ മോശം ആളുകളല്ല ഇവിടെ ഉള്ളത്. ഞാനിവിടെ ഇരുന്നാലേ ആ പേര് മാറ്റിയെടുക്കാൻ കഴിയൂ. ഇപ്പൊ ഞാൻ ഇറങ്ങിയ ആ പേരുദോഷം വീണ്ടും ഉണ്ടാവും. ഇവിടെയുള്ളവരെല്ലാം വീണ്ടും വിഷമിക്കും. ആ വീടിനെ നന്നാക്കി എടുക്കാന്നുള്ളത് നിന്റെ ജോലിയാണോ നിധി? അല്ല, എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ കൂടെ നിൽക്കാൻ ഈ വീടും വീട്ടുകാരിൽ ഉണ്ടായുള്ളൂ. ഞാനും അത് തിരിച്ചു കാണിക്കണ്ടേ? അതിന് അവർക്കും നിനക്ക് എന്ത് ബന്ധം? ലോജിക്കലി ചോദിച്ചാ ശരിയാടത്തെ, എനിക്ക് ഉത്തരവില്ല. പക്ഷെ അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം
എനിക്ക് തിരിച്ചു കാണിക്കണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണെങ്കിൽ ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരണം, അല്ലെങ്കിൽ അത് ഞാൻ ഇവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഈ വീട്ടിലേക്ക് ആദ്യം ഒരു പെൺകുട്ടി വരട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിക്കുക. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഇഷ്ടപ്പെടുന്നുമില്ല. എനിക്ക് ഇഷ്ടമാവുന്നുണ്ട് അടുത്തി. മതി, ഫോൺ വെച്ചേക്ക്. ഇനി നിങ്ങളുടെ കെട്ടിയോ വന്ന് കണ്ട് കുഴപ്പമാക്കാൻ നിൽക്കണ്ട. മോളെ ദാ, ഒരു പൊറോട്ട കഴിക്കേ. അയ്യോ മതി, നിറഞ്ഞു. എന്റെ പൊന്നു കൂടെ നന്നായിട്ട് കഴിക്കേ. നീ പറഞ്ഞിട്ടില്ല ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നേ. അല്ലെ ഞാനിപ്പോ വീട്ടിലുണ്ടാക്കുമായിരുന്നല്ലോ. അപ്പൊ അത് വേണ്ട, പുറത്തുനിന്ന് വാങ്ങണമെന്ന് നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ആർക്കും വേണ്ട. ഇന്ന് പെൺകുട്ടിയൊക്കെ കാണാൻ പോയി ഹാപ്പി ആയിട്ട് വന്ന ദിവസമല്ലേ? ആ. അപ്പൊ ഇന്നൊരു ദിവസമെങ്കിലും കിച്ചണിലേക്ക് കയറാതിരിക്കും സുഭാഷേട്ടാ. എടാ അതെനിക്കൊരു ജോലിയായിട്ട് തോന്നിയെങ്കിലല്ലേ. സുഭാഷ് ചേട്ടാ, ഇന്ന് ചേട്ടൻ ഞങ്ങൾ ലീവ് വന്നിരിക്കുന്നു. പോരെ, ആ അത് ഇപ്പൊ കഴിക്കാൻ നോക്ക്. ഇന്ന് നമ്മൾ പോയ വീട്ടുകാർ നല്ല ആൾക്കാരല്ലേ? എനിക്കിഷ്ടായി. അതെ, ഒന്നും ഒളിക്കുന്ന ആളുകളെല്ലാം തോന്നുന്നു. ഇയാളെല്ലാം ഒളിച്ച് കള്ളം പറയുന്ന ആളായോണ്ട് ആ കാര്യം പെട്ടെന്ന് മനസ്സിലായി അല്ലേ? കേട്ടോ? ദേ, കാര്യം പറയുമ്പോ നീ ഇടയ്ക്കിടക്കല്ലേ. പോടോ. അത്ര വലിയ പണക്കാരൊന്നുമല്ലെങ്കിലും വീടൊക്കെ നമ്മളൊക്കെ വലുതല്ലേ? എന്റെ പേടി നമ്മളെ വീടിനെ പറ്റി ചോദിക്കുന്നതായിരുന്നു. ചോദിച്ചിരുന്നെങ്കിലേ സുധീഷ് മറുപടി പറഞ്ഞേനെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണെന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക എന്നൊക്കെ തട്ടിവിട്ടാനെ. അത് ശരി, ഇയാളിപ്പോ എനിക്കിട്ടാണല്ലേ. ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത്? ഇവര് തമ്മിൽ സംസാരിച്ച് അടുത്തതിന് ശേഷം കല്യാണത്തെ കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന്. കണ്ടപ്പോ ഇഷ്ടായതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. ഇനി ഇവര് തമ്മിൽ സംസാരിച്ചൊന്ന് പഴകിയാല് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. എന്താ സുഭാഷേട്ടൊന്നും പറയാത്തെ? ഞാനെന്താ പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കുട്ടി ഇഷ്ടമാവണം. ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാവണം. സുഭാഷ് ചേട്ടന് ഇഷ്ടമാണോ? സുഭാഷ് ചേട്ടൻ ആ കുട്ടിയെ ഇഷ്ടമായോ എന്ന് ചോദിച്ചേ. ആ കുട്ടി നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ല സുഭാഷ് ചേട്ടൻ ഉത്തരം പറയണേ. ഏതാ നമ്പറാണോ ഏട്ടാ? ഇനി ജ്യോതി ആയിരിക്കോ? നമ്പർ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. എങ്ങനെ നോക്കട്ടെ. ആ അതെ, ഇതാ കുട്ടിയുടെ നമ്പർ. സുഭാഷേട്ട സംസാരിക്കും. അത് അങ്ങോട്ട് വാങ്ങിച്ച് സംസാരിക്കാൻ. സംസാരിക്കും. ഹലോ. ഹലോ സംസാരിക്കും. ഹലോ, ലൈനിലില്ലേ? ഹലോ. ജ്യോതിയാണ്. ആ. ആരെന്ന് മനസ്സിലായോ? ഓ, ഞാൻ സുഭാഷാണ് സംസാരിക്കുന്നത്. അത് ശരി. ഇയാളുടെ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോ ഇയാളാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ? ആഹാരം കഴിച്ചോ? ഓ, ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ഫുഡിന്റെ കാര്യമൊക്കെയാ. ഞാനും അതെ. സുഭാഷേട്ടാ പുറത്തേക്ക് സംസാരിക്കാം. ശരിയാ. ചില്ലേട്ടാ പോ. ചെല്ല്. പോയി സംസാരിക്കാം. ചെല്ലിയേട്ടാ. അങ്ങ് ചെല്ലിയേട്ടാ. ചേട്ടാ പോ. ചെല്ലുന്നേ. പോയിട്ട് വാ. ചെല്ല്. ഒരു മിനിറ്റ്. അത് സെറ്റാവും. ഹലോ, ആ പറഞ്ഞോളൂ. ഇവിടുന്ന് പോയിട്ട് നിങ്ങളുടെ വീട്ടുകാരെന്ത് പറഞ്ഞു? ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവർക്കും ജ്യോതി ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കോ? ആ. ഹലോ, ഹലോ. ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ഇഷ്ടമായി. ഞാനിങ്ങനെ കാണാൻ കൊള്ളാവോ? തുറന്ന് പറഞ്ഞോളൂ കേട്ടോ. കൊള്ളാം, നല്ലതാ കാണാൻ. നിങ്ങളും കാണാൻ കൊള്ളാം. എന്റെ വീട്ടുകാർക്ക് നിങ്ങളെയും വീട്ടുകാരെയും ഇഷ്ടായി. പ്രത്യേകിച്ചും നിങ്ങളുടെ അനിയന്റെ ഭാര്യ നിധിയെ. നിധി വളരെ നല്ല കുട്ടിയാ. വലിയ സൗകര്യമൊക്കെ ഉള്ള വീട്ടിൽ വളർന്നതാ. ഇവിടെ അത്ര സൗകര്യമൊന്നുമില്ല. പക്ഷെ ഒരു പരാതി ഇല്ലാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാ. അനിയത്തെ കുറിച്ച് പറയുമ്പോ 100 നാക്കാണല്ലോ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. പോയോ? ഏയ് ഇല്ല, ഇവിടെ ഉണ്ട്. എന്തെങ്കിലും സംസാരിക്കാന്ന് വിചാരിച്ചു. എന്താ സംസാരിക്കണ്ടെന്ന് അറിയില്ല. നിങ്ങളെന്തെങ്കിലും ചോദിച്ചാ ഞാൻ ഉത്തരം പറയാം. എന്നാ പിന്നെ നിങ്ങളുടെ ജോലിയെ പറ്റി പറ. മേസ്തിരി എന്ന് പറഞ്ഞാ എന്താ? അതിപ്പോ എങ്ങനെ പറയ? ഈ വീടിന്റെ തറക്കല്ലിടുന്നത് മുതലുള്ള എല്ലാ പണികളും അറിയുന്ന ഒരാളെന്ന് പറയാം. അത് ശരി. എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് കഴിച്ചോ? അത് നേരത്തെ പറഞ്ഞല്ലോ. കഴിച്ചു. ഇന്ന് കുറെ സ്വീറ്റ്സ് കഴിച്ചു. എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ തടി കൂടുമെന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കില്ല. സുഭാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? അങ്ങനൊന്നുമില്ല. വീട്ടില് ഞാനാ പാചകം ചെയ്യുന്നത്. അനിയന്മാർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഏറ്റവും താഴെയുള്ളവന് അവൻ ഇടിയപ്പം ഏറ്റവും ഇഷ്ടം. ഹരീഷിന് ചോറും മീൻകറിയും. സുധീഷ് മിക്കവാറും ഹോട്ടലിൽ നിന്നായിരിക്കും പകല് കഴിക്കുക. ഇന്ന് പക്ഷെ പൊറോട്ടയും ചിക്കനും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി. ഇവന്റെ ഒരു കാര്യം. സംസാരിക്കണ്ടല്ലേ? എന്താണോ പറയണത്? കേക്കട്ടെ. എഴുതി. എന്താ നോക്കുന്നത്? ചേട്ടന്റെ സംസാരങ്ങൾ ഒളിഞ്ഞൊന്നും കേൾക്കണ്ട. എല്ലാരും അതെ അതെ അതെ. അല്ല വാ വാ ഏത്? വാ വാടെ ഇങ്ങോട്ട്. വാ വാ. എന്തിനാ വെറുതെ വൃത്തികേട്? അവനോട് ആരാടാ ഫോണിൽ സംസാരിക്കാൻ പറഞ്ഞേ? ഒന്നും മിണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു പക്ഷെ ആ കുട്ടി സമ്മതിച്ചു. ഇത് പക്ഷെ അവൻ മിണ്ടിയ സ്ഥിതിക്ക് ആ കുട്ടി നീ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ? അവൻ എന്താ സംസാരിക്കുന്നതെന്ന് ഒന്ന് പോയി കേട്ടു നോക്ക്. എന്തുപറ്റി? എന്താ പറയണെന്ന് ചെന്ന് നോക്ക്. ഇങ്ങനെ ഇത് കൊള്ളാക്കോ? ഒരു പിടുത്തമില്ല. കേൾക്കുന്നില്ലല്ലോ. എനിക്ക് പാചകം വലിയ ഇഷ്ടമാണ്. രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറും കറികളും ഒക്കെ തയ്യാറാക്കി വെച്ചേക്ക്. ഉച്ചയ്ക്ക് കറികൾ ബാക്കിയുണ്ടെങ്കിൽ രാത്രി അത് ചൂടാക്കി കഴിക്കും. പിന്നെ എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ മറ്റോ കൂടെ ഉണ്ടാക്കും. ഓ എന്തൊക്കെയാ പറയണേ? അവന്റെ തലയ്ക്ക് കൈ വെക്കുന്നുണ്ടല്ലോ. ഈ അനിയന്മാരെ അവന്മാരൊന്നും അടുക്കളയിലേക്ക് വരാറില്ല. അവന്മാരെ കൂടെ ഞാനൊന്നും ചെയ്യിപ്പിക്കാറില്ല. നിധി ചിലപ്പോ പച്ചക്കറി നുറുക്കി തന്ന വല്ലതൊക്കെ സഹായിക്കും. ശയന പ്രദക്ഷിണം എന്ന വഴിപാടിന്റെ പേര്. പ്രദക്ഷിണം മുഴുവനാക്കണം. അമ്പലം മുഴുവനും ചുറ്റി വരണം. ഫുൾ റൗണ്ട്. യെസ്, പ്രദക്ഷിണ വഴി മുഴുവൻ. സുന്ദരല്ലേ? എനിക്ക് സുന്ദരൻ. നിങ്ങൾക്കോ? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.